ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെയൊക്കെയുള്ള നമ്മുടെ തടിയുടെ സ്പൂൺസ് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അത് നമ്മുടെ സ്പൂൺ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ നല്ല നിറയുന്ന വെള്ളം എടുത്തതിന് ശേഷം, ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചൂടുവെള്ളം എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വാട്ടർ എടുത്താലും മതി. അതിലേക്ക് ഇതുപോലെ നമ്മുടെ തവി മുങ്ങി കിടക്കുന്ന പരുവത്തിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഇത് കണ്ടോ, നമ്മുടെ ഇത് തിളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഡെയിലി കഴുകി വെക്കുന്ന തവിയാണെങ്കിൽ പോലും അതിൽ നിന്ന് ഇതുപോലെ നമ്മുടെ എണ്ണയും അഴുക്കും ഒക്കെ ഇളകി ഇങ്ങനെ വരും. നമ്മൾ ഉപ്പിട്ട് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്ന തവിയാണെങ്കിൽ പോലും ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുന്ന, അതായത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാത്തതാണെന്നുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് സിമ്മിലിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് സ്പൂണ് ഒന്ന് മറിച്ചൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതുപോലെ നന്നായിട്ട് സിമ്മിലിട്ട് തിളപ്പിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മുടെ ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ടതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടറിൽ ഇത് വാഷ് ചെയ്ത് എടുത്താൽ മതി. നമുക്കിനി ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ കഴുകിയൊക്കെ വെച്ച ഇതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വന്ന അഴുക്കുകൾ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പൂണിൽ അഴുക്കുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്പൂൺസ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലതാണ്. നമുക്കിനി ഇതൊന്ന് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തവിയൊക്കെ ഞാനൊരു ലേശം ചൂടുവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇത് കഴുകിയെടുത്തേക്കുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് നോർമൽ വാട്ടറിൽ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലേശം വെളിച്ചെണ്ണ ഒന്ന് തുടച്ചതിന് ശേഷം ലേശം വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ഞാൻ എപ്പോഴും എടുക്കുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ യൂസ്ഫുൾ ആണ് എല്ലാവർക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.